Third semester BSc degree examination November 2022 psychology main complementary statistics paper ആയിട്ടുള്ള probability distribution and parametric test question paper ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ് അതായത് 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിൽ ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഫോർ എക്സ് ഫോളോയിങ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് 10 and 0.4 find the standard deviation of x, and second question is probability that x is less than 10. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സ് എന്ന് പറയുന്നത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ രണ്ട് പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്, 10ഉം 0.4ഉം. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് രണ്ട് പാരാമീറ്റേഴ്സാണുള്ളത്, എന്നും പിയും ആണത്. അപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്നത് 10ഉം ആണ് ആൻഡ് പി ഇസ് ഈക്വൽ ടു 0.4 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എൻ ഇസ് ഈക്വൽ ടു 10 ആൻഡ് പി ഇസ് ഈക്വൽ ടു 0.4. അപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എന്തെങ്കിലും കാണണമെങ്കിൽ നമുക്ക് എന്നും പിയും അറിഞ്ഞാൽ മതി. അപ്പോൾ പി അറിയുമെങ്കിൽ നമുക്ക് ക്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ക്യൂ? ക്യൂ ഈസ് 1 മൈനസ് പി, ദറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.4 വിച്ച് ഈസ് 0.6. എന്നും പിയും ക്യൂവും നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ആണ്, വിച്ച് ഈസ് റൂട്ട് ഓഫ് എൻ പി ക്യൂ. ദിസ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 10 ഇൻറ്റു പി ഇസ് 0.4 ആൻഡ് ക്യൂ ഈസ് 0.6. റൂട്ട് ഓഫ് എൻ പി ക്യൂ ആണ് വരുന്നത്, ദറ്റ് ഈസ് root of 2.4, and the answer is root of 2.4 is 1.55. ഇനി ഇതിലത്തെ സെക്കൻഡ് പാർട്ട് നോക്കാം. അവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 10 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം പ്രോബബിലിറ്റി കാണണമെങ്കിൽ നമുക്ക് എന്നും പിയും അറിയാലോ. എൻ ഇസ് ഈക്വൽ ടു 10, പി ഇസ് ഈക്വൽ ടു 0.4 ആൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യൂ ഇസ് ഈക്വൽ ടു 0.6. ഇത് വെച്ചിട്ട് നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ നമുക്ക് എഴുതാം. അപ്പം എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ആക്ച്വലി പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പി എം എഫിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ, എഫ് ഓഫ് എക്സിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്നാണ്. എക്സ് എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 അപ് ടു എൻ ആണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പം നമ്മൾ എൻ 10 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 10 സി എക്സ് പി റേസ് ടു എക്സ് എഴുതാം. പി ഇസ് 0.4. അപ്പോൾ 0.4 റേസ് ടു എക്സ് ആൻഡ് 0.6 ദറ്റ് ഇസ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. അപ്പോൾ ദറ്റ് ഇസ് 10 മൈനസ് എക്സ്. എക്സ് എടുക്കുന്ന വാല്യൂസ് ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2, 3 അപ് ടു 10. അപ്പോൾ ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പി എം എഫ് വിത്ത് പാരാമീറ്റേഴ്സ് 10 and 0.4. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫൈൻ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ലെസ് ദാൻ 10 എന്നാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10നെക്കാട്ടും കുറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാൻ പറ്റും നോക്കാം. എക്സിന് 0 മുതൽ 10 വരെയുള്ള വാല്യൂസാണ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ 0 എടുക്കാം, 1 എടുക്കാം, 2 എടുക്കാം, അങ്ങനെ 9 വരെയുള്ള വാല്യൂസ് എടുക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 അങ്ങനെ ലാസ്റ്റ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 9 എന്ന് പറഞ്ഞിരിക്കുന്ന 10 ടേമുകൾ നമ്മൾ ആഡ് ചെയ്യുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ അത് കുറേ കാൽക്കുലേഷൻസ്, ഭയങ്കര ലെങ്തി ആയിട്ടുള്ള കാൽക്കുലേഷൻസ് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു മെത്തേഡാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്ക് അറിയുന്നൊരു റിസൾട്ടാണ്. നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് വന്നാൽ നമുക്കതിനെപ്പോഴും 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ എന്നുള്ള രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് വന്നാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. അതായത് ഏതൊരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റീനെയും 1 മൈനസ് അതിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റിയുടെ ടേംസിൽ എഴുതാം. അതാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 10നെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, 1 മൈനസ് എക്സ് ലെസ് ദാൻ 10ൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 10നെക്കാട്ടും കുറവാണ്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ
ടെന്നോ ടെന്നിനെക്കാട്ടോ കൂടുതലായിരിക്കും. അപ്പം ഇങ്ങനെ എഴുതും അല്ലേ. അപ്പം ദിസ് പ്രോബബിലിറ്റി ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പം നമ്മളെ കയ്യിൽ എക്സ് ഗ്രേറ്റർ ദാൻ 10 പോകുന്നില്ല, എക്സ് ഈക്വൽ ടു 10 വരെ പോകുന്നുള്ളൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10ഓ 10നെക്കാട്ടും കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന കേസിൽ എക്സിൻ്റെ വാല്യൂ എന്ത് മാത്രമേ ആവുന്നുള്ളൂ, ഈക്വൽ ടു 10 ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പ്രോബബിലിറ്റി കണ്ടാൽ മതി. ദറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ്, നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിന് നമ്മൾ ഈ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ എക്സ് ഇസ് ഈക്വൽ ടു 10 എന്ന് പറയുമ്പം ഇവിടെ എക്സ് വന്ന സ്ഥാനങ്ങളിലെല്ലാം നമ്മൾ എന്ത് കൊടുക്കുന്നു, 10 കൊടുത്താൽ മതി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10 ഇസ് 10C 10, ഇത് നോക്കിയിട്ടാണ് എഴുതുന്നത്, 0.4 റേസ് ടു 10, 0.6 റേസ് ടു 10 മൈനസ് 10 എന്ന് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 10C 10 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു 0.4 റേസ് ടു 10 ഉണ്ട്, ആൻഡ് 0.6 റേസ് ടു 10 മൈനസ് 10 ആണ്. അപ്പോൾ 0.6 റേസ് ടു 0, അപ്പോൾ 0.6 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.4 റേസ് ടു 10 എന്നാണ് വരുന്നത്. ആൻഡ് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 0.99. ഇതാണ് നമ്മളുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എ റാൻഡം വേരിയബിൾ എക്സ് ഫോളോയിങ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു പോയ്സോൺ റാൻഡം വേരിയബിളാണ്. ആൻഡ് ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. എന്നിട്ട് ആ കണ്ടീഷൻ തന്നിരിക്കുന്നത് നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ ആയിട്ടുള്ള എം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം, പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എം അല്ലേ. അപ്പോൾ ലെറ്റ് ഞാൻ എടുക്കുന്നു, എക്സ് ഫോളോ ചെയ്യുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് പാരാമീറ്റർ എം എന്നെടുക്കുന്നു. അപ്പം നമുക്ക് അതിൻ്റെ പി എം എഫ് എഴുതാം. പി എം എഫിൻ്റെ പാറ്റേൺ എന്താണ്, ഫോർ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ പി എം എഫ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ആക്ച്വലി പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്, അതിനെയാണ് നമ്മൾ പി എം എഫ് എന്ന് പറയുന്നത്. അപ്പോൾ എം പാരാമീറ്റർ ആണെങ്കിൽ പി എം എഫ് എന്താണ്, ഇ റേസ് ടു മൈനസ് എം എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ആൻഡ് ഇവിടെ എക്സ് എടുക്കുന്ന വാല്യൂസ് പോയ്സോണിൽ 0, 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റിയാണ്. അപ്പം ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, എം പാരാമീറ്റർ ആണെങ്കിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് പ്രോബബിലിറ്റീസ് എഴുതാം. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഗിവൺ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. അതിൽ എക്സ് ഇസ് ഈക്വൽ ടു 1 ആവുമ്പോൾ ഈ ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ നമുക്ക് 1 കൊടുക്കണം. അപ്പോൾ ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എം എം റേസ് ടു 1, ഇവിടെ എക്സിനാണ് 1 കൊടുക്കുന്നത്, ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 നമ്മൾ എഴുതുകയാണ്. അതായത് ഇവിടെ എക്സ് വന്ന സ്ഥാനങ്ങളിൽ നമ്മൾ 2 എന്നാണ് കൊടുക്കുന്നത്. ഇ റേസ് ടു മൈനസ് എം എം റേസ് ടു 2 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്നാണ് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എമ്മും ഇ റേസ് ടു മൈനസ് എമ്മും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ഇവിടെ എം റേസ് ടു 1 ഉണ്ട്, എം റേസ് ടു 2 ഉണ്ട്. അപ്പോൾ ഒരു എമ്മിനെയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം ഇവിടെ ഒരു എം ഉണ്ട്, ആൻഡ് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ആണ്, 1 ഫാക്ടോറിയൽ ഇസ് 1. അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം, നമുക്ക് ഈ സൈഡിൽ ഇപ്പോൾ എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി, ഇവിടെ 1 ഉള്ളൂ. 1 ഇസ് ഈക്വൽ ടു ഇവിടെ എം ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ വിച്ച് ഇസ് 2. ദാറ്റ് മീൻസ് എം ഇസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എം 2 എന്ന് കിട്ടിക്കഴിഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പി എം എഫ് ഒന്ന് മാറ്റി എഴുതാം. അപ്പോൾ പി എം എഫ് എഫ് ഓഫ് എക്സ് that is equal to probability of capital X is equal to X is e raised to minus m. അപ്പം m 2 ആണ്. അപ്പോൾ e raised to minus 2 m raised to x, that is 2 raised to x by x factorial എന്ന് ഈ കേസിൽ നമുക്ക് m കണ്ടുപിടിച്ച ശേഷം ഇങ്ങനെ എഴുതാം. 0, 1,
2 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇനി നമുക്ക് കാണേണ്ടത് ഫൈൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 ആണ് കാണേണ്ടത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ ആരെഴുതുന്നു? 3 എഴുതുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2 2 റേസ് ടു 3 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. ഇതാണ് എഴുതുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു 2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 8 ആണ്, ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇസ് 6, വിച്ച് ഇസ് ഈക്വൽ ടു 4 ബൈ 3 ഇ റേസ് ടു മൈനസ് 2, വിച്ച് ഇസ് ഈക്വൽ ടു 4 ബൈ 3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2ൻ്റെ വാല്യൂ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസിൽ നിന്ന് കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു 0.1353 ആണ്. അപ്പം ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് റിക്വയർഡ് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഇസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് with mean 20 and variance 16 hours, what is the probabilities for x to lie between 15 and 25? And second question, less than 18 or greater than 22. ഇതാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ മീൻ നമുക്ക് തന്നിട്ടുണ്ട്. മീന് 20 ആണ്. അപ്പോൾ എക്സിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ മ്യൂ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. മ്യൂ ഇസ് ഈക്വൽ ടു 20. ആൻഡ് വേരിയൻസിന് നമ്മൾ സിഗ്മ സ്ക്വയർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ആൻഡ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 എന്ന് തന്നിട്ടുണ്ട്. സിഗ്മ സ്ക്വയർ 16 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് √16 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 4. നമ്മൾ പോസിറ്റീവ് സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനായിട്ട് എടുക്കുന്നത്. അപ്പം മ്യൂ ഇസ് ഈക്വൽ ടു 20 എന്നും സിഗ്മ ഇസ് ഈക്വൽ ടു 4 എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ എന്ന് എഴുതുക. അതായത് മ്യൂവിൻ്റെ സ്ഥാനത്ത് 20, സിഗ്മയുടെ സ്ഥാനത്ത് നമ്മൾ 4 എന്ന് എഴുതും. അപ്പോൾ നമുക്ക് ഒരു നോർമൽ റാൻഡം വേരിയബിൾ ഉണ്ട് ഫോളോയിങ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ മ്യൂ ആൻഡ് സിഗ്മ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചെയ്യുന്നത് ഒരു പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ ഒരു നോർമൽ റാൻഡം വേരിയബിളിനെ നമ്മൾ ഉടനെ തന്നെ സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ സെഡ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ റാൻഡം വേരിയബിളിന് അതിൻ്റെ മീൻ ആയിട്ടുള്ള മ്യൂ മൈനസ് ചെയ്യണം. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിളാണ്. അതായത് N01 ആണ്. അപ്പോൾ ഏതൊരു നോർമൽ റാൻഡം വേരിയബിളിനെ നമ്മൾ എന്താക്കി മാറ്റണം? ആദ്യം സ്റ്റാൻഡേർഡ് നോർമലാക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഇവിടെ ഞാൻ ഈ എക്സിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് നോർമൽ എഴുതുകയാണ്. ദറ്റ് ഈസ് എക്സ് മൈനസ് മീൻ 20 ഡിവൈഡഡ് ബൈ സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4. ഇതാണ് നമ്മളെ റാൻഡം വേരിയബിൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 20/4 ഫോളോസ് N01. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി നമ്മൾ പ്രോബബിലിറ്റി കാണണം. പ്രോബബിലിറ്റി കാണേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ് ലൈസ് ബിറ്റ്വീൻ 12 and 25. അപ്പോൾ എക്സ് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലൈസ് ബിറ്റ്വീൻ 15 and 25. അപ്പോൾ 15ൻ്റെയും 25ൻ്റെയും ഇടയിൽ എക്സ് കടക്കാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളോടിവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതാണ് പ്രോബബിലിറ്റി. നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനെ നോർമൽ റാൻഡം വേരിയബിളിനെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമലായിട്ട് മാറ്റാൻ പോവുകയാണ്. അതായത് എക്സിനെ ഞാൻ എന്ത് ചെയ്യാണ്? സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റാൻ പോവുകയാണ്. അത് മാറ്റണമെങ്കിൽ എക്സിന്ന് 20 മൈനസ് ചെയ്യണം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എക്സിനെ ഞാൻ എന്ത് ചെയ്തു? എക്സ് മൈനസ് 20 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതി. അപ്പോൾ ഇതേ മാറ്റം എക്സിനെ എന്ത് ചെയ്തു? അതിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും നിൽക്കുന്ന ഇൻഇക്വാളിറ്റിയിൽ നിൽക്കുന്ന രണ്ട് നമ്പേഴ്സിനെയും അതേ കാര്യം ചെയ്താൽ നമ്മൾ ഈ ഇൻഇക്വാളിറ്റിക്ക് ഒരു മാറ്റം വരില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? എക്സിന് 20 മൈനസ് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 15 അത് ചെയ്തു. അതേ കാര്യം തന്നെയാണ് ഞാൻ 25നും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 25 മൈനസ് 20 ചെയ്തു, ഡിവൈഡഡ് ബൈ 4. ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം?
this is equal to 15 minus 20, that is minus 5. അപ്പോൾ this is minus 5 divided by 4 എന്ന് വരും. that is minus 5 by 4 എന്ന് പറഞ്ഞാൽ minus 1.25 ലെസ് ദാൻ എക്സ് മൈനസ് 20 by 4 എന്ന് പറഞ്ഞാൽ നമ്മളതിനെ സെഡ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതായത് സ്റ്റാൻഡേർഡ് നോർമലാണ് സെഡ്. ലെസ് ദാൻ 25 minus 20 is 5. 5 divided by 4 which is 1.25. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോർമൽ റാൻഡം വേരിയബിൾ ഉള്ള ഒരു ക്വസ്റ്റ്യനെ നമ്മളിപ്പം സ്റ്റാൻഡേർഡ് നോർമലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റി എഴുതി. എന്നിട്ട് നമുക്ക് ഈ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പ്രോബബിലിറ്റി കാണുക എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോർമൽ കേർവിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് വരയ്ക്കുകയാണ്. സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് നമ്മൾ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ കേർവ്. അപ്പം അത് സിമെട്രിക് അബൌട്ട് സെഡ് ഇസ് ഈക്വൽ ടു 0, മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു കേർവാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണേണ്ടത് -1.25ൻ്റെയും പ്ലസ് 1.25ൻ്റെയും ഇടയിൽ സെഡ് കിടക്കാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ നെഗറ്റീവ് വാല്യൂസ് എല്ലാം 0ൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് -1.25 മാർക്ക് ചെയ്യാം. അതുമാതിരി പ്ലസ് 1.25 പോസിറ്റീവ് വാല്യൂസൊക്കെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ. അപ്പോൾ അതേപോലെ ഈ സൈഡിൽ പ്ലസ് 1.25 നമുക്ക് മാർക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയ, അതായത് -1.25 മുതൽ പ്ലസ് 1.25 വരെയുള്ള ഏരിയ, ഈ രണ്ട് ഏരിയയും തുല്യമായിരിക്കും രണ്ട് സൈഡിൽ. അപ്പം ഈ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. അതായത് -1.25 മുതൽ പ്ലസ് 1.25 വരെ കിടക്കുന്ന ഈ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ നോക്കിയാൽ നമുക്ക് എപ്പോഴും 0 മുതലുള്ള നമ്മളെ വാല്യൂ വരെയുള്ള വാല്യൂസാണ് നമുക്ക് കിട്ടുന്നത്. സെഡ് 0 മുതലുള്ള ഏരിയ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഏരിയനെ നമുക്ക് 2 പീസുകളായിട്ട് ആഡ് ചെയ്യും. അതായത് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് ഇസ് ഈക്വൽ ടു, ഞാൻ ആദ്യം ചെയ്യുന്ന ഏരിയ -1.2 to 0 എന്ന് പറയുന്ന ഏരിയ ആണ്. അതിനപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സെഡിൻ്റെ വാല്യൂ -1.25ൻ്റെയും 0ൻ്റെയും ഇടയിൽ കിടക്കുക. അതിനെങ്ങനെ എഴുതുന്നത്? പ്രോബബിലിറ്റി ദാറ്റ് -1.25 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0. അപ്പോൾ ഈ ഹാഫ് ദ ഏരിയ പ്ലസ് ഞാൻ എന്ത് ചെയ്യണം? ബാക്കി ഭാഗത്തിനും കൂടി ആഡ് ചെയ്യണം. ആ ഏരിയ എന്ന് പറഞ്ഞാൽ 0 മുതൽ 1.25 വരെയുള്ള ഏരിയ. അതിനെങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1.25. ഈ 2 ഏരിയകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വാല്യൂ വന്നാലും നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് 1.25 തന്നെയാണ് നോക്കേണ്ടത്. കാരണം ഇതൊരു സിമെട്രിക് ആയിട്ടുള്ള കേർവാണ്. അപ്പോൾ -1.25 മുതൽ 0 എന്ന് പറയുന്ന ഏരിയയും 0 മുതൽ പ്ലസ് 1.25 എന്ന് പറയുന്ന ഈ 2 ഏരിയകളും എപ്പോഴും തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ 1.25 നോക്കിയാൽ മതി. അതേപോലെ ഈ ഏരിയ കാണാനും സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ 1.25 നോക്കാം. നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് നോക്കാം. ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ എനിക്ക് നോക്കേണ്ടത് 1.25ലുള്ള ഏരിയ ആണ്. അപ്പോൾ 1.25യുള്ള ഏരിയ കാണുക എന്ന് പറഞ്ഞാൽ സെഡിൻ്റെ വാല്യൂ, ഇവിടെ സെഡിൻ്റെ വാല്യൂസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 1.2 ഉണ്ട്, അതിൽ 0.05 നോക്കണം. അപ്പോൾ 1.2ൽ 0.05 നോക്കുമ്പം നമുക്ക് കാണുന്ന ഏരിയ 0.3944 എന്ന് പറയുന്ന ഏരിയ. ഏരിയ എത്രയാണ്? 1.2ൽ 0.05 നോക്കേണ്ടത്. അപ്പോൾ കിട്ടുന്ന വാല്യൂ, ടേബിൾ വാല്യൂ 0.3944 എന്ന് പറയുന്ന വാല്യൂ ആണ്. നമുക്ക് കിട്ടിയ വാല്യൂ 0.3944 ഇവിടെ കൊടുക്കാം. പ്ലസ് അതേ വാല്യൂ തന്നെയായിരിക്കും ഇവിടെയും നമ്മൾ നോക്കേണ്ടത് അല്ലേ. ഇവിടെയും 0 മുതൽ 1.25 ആണ്. അപ്പോൾ ഇവിടെയും 1.25 തന്നെയാണ് നമ്മൾ ടേബിൾ നോക്കുക. അപ്പോൾ 0.3944 വിച്ച് ഇസ് ഈക്വൽ ടു 0.7888. ഇതാണ് നമ്മളുടെ റിക്വയർഡ് പ്രോബബിലിറ്റി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ലെസ് ദാൻ 18 ആൻഡ് ഗ്രേറ്റർ ദാൻ 22 അത് വരാനുള്ള പ്രോബബിലിറ്റിയാണ് അല്ലേ. അപ്പോൾ നോക്കുമ്പം നമ്മൾ ആദ്യം നമ്മൾ എക്സ് ഒന്ന് ഇവിടെ എഴുതി വയ്ക്കാം. ഇവിടെ നമുക്കറിയാം എക്സ് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് 20 ആൻഡ് 4 ആൻഡ് ദ കറസ്പോണ്ടിങ് സെഡും എഴുതി വയ്ക്കാം. സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 20/4. ഇതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് നോർമൽ കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. എനിക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ലെസ് ദാൻ 18 ആൻഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 22 അല്ലേ. എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സ് ഇസ് ലെസ് ദാൻ 18 ഓർ ആണ്, ഓർ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 22. ഇപ്പോൾ ഇവിടെ ഓർ ആണ്, ഓർ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 22. ഇതിനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബബിലിറ്റികളെ പ്ലസ് ആണ് ചെയ്യേണ്ടത്. ദിസ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ 18 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 22. ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പ്രോബബിലിറ്റീസും കണ്ടുപിടിക്കാം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, ഇതൊരു നോർമൽ റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റീസ് ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റണം. അതായത് ഇവിടെ തന്നിരിക്കുന്ന എക്സിനെ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കണമെങ്കിൽ എക്സിന്ന് 20 മൈനസ് ചെയ്യണം, ഹോൾ ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. അതേ കാര്യം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എക്സിനോട് ചെയ്തത് തന്നെയാണ് 18നോടും ചെയ്യേണ്ടത്. അപ്പോൾ 18 എന്ത് ചെയ്യണം? 20 മൈനസ് ചെയ്യണം, ഹോൾ ഡിവൈഡഡ് ബൈ 4 ചെയ്തു. ഇത് ഫസ്റ്റ് പ്രോബബിലിറ്റി പ്ലസ്. അതേപോലെ ഇവിടെയും ചെയ്യാം. പ്രോബബിലിറ്റി ദാറ്റ് എക്സ് മൈനസ് 20 ഡിവൈഡഡ് ബൈ 4 greater than 22 minus 20 divided by 4. That is equal to probability that x minus 20/4 is our set. So this is probability of set less than 18 minus 20 divided by 4 എന്ന് പറഞ്ഞാൽ minus 2/4 എന്ന് വരും. That is minus 0.5. ഇതാണ് ഇവിടെ കാണേണ്ട പ്രോബബിലിറ്റി പ്ലസ് പ്രോബബിലിറ്റി ദാറ്റ് ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 20/4 is set greater than 22 minus 20 is 2. 2/4 is plus 0.5. അപ്പോൾ ഈ രണ്ട് പ്രോബബിലിറ്റീസും നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് വെച്ചിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഏരിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റാൻഡേർഡ് നോർമൽ കേവുകൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രോബബിലിറ്റിക്ക് നമുക്ക് വേണ്ടത് സെഡ് ഇസ് ലെസ് ദാൻ മൈനസ് 0.5. അപ്പോൾ ഇതൊരു നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ഇത് സെഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും നെഗറ്റീവ് വാല്യൂ. എനിക്ക് വേണ്ടത് സെഡിൻ്റെ വാല്യൂ മൈനസ് 0.5നെക്കാട്ടും കുറവായി വരുന്ന ഏരിയ ആണ്. അതായത് നമുക്ക് ഈ ഏരിയ ആണ് നമുക്ക് ഇവിടെ ആവശ്യം. സെഡിൻ്റെ വാല്യൂ ഇതാണ് ഇവിടെ കാണേണ്ടത്. ആൻഡ് അടുത്തതിലേക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ പ്രോബബിലിറ്റി ദാറ്റ് സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ 0.5. അപ്പോൾ 0.5നെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 0.5നെക്കാട്ടും സെഡിൻ്റെ വാല്യൂ കൂടണം എന്ന് പറഞ്ഞാൽ നമുക്കിതാ ഈ ഏരിയ അതിനെക്കാട്ടും കൂടുതൽ വരുന്ന ഏരിയ, ഈ ഏരിയ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ഈ രണ്ട് ഏരിയാസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ രണ്ട് ഏരിയാസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ടേബിൾ നോക്കിയാൽ 0 മുതൽ അല്ലെങ്കിൽ മൈനസ് 0.5 മുതൽ 0 വരെയുള്ള ഏരിയ അതാണ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഈ ഏരിയയെ നമുക്ക് ടേബിൾ നോക്കിയാൽ കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ആവശ്യം ഈ ഏരിയ അല്ലേ. ഇപ്പോൾ നമുക്ക് അറിയുന്ന കാര്യം ഈ പകുതി ഏരിയ, അതായത് മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് 0.5 ആണ്. ആ 0.5ന്ന് നമ്മൾ ആരെ മൈനസ് ചെയ്ത് കളയണം? ഈ പോർഷൻ. അതായത് ഈ പോർഷൻ ഞാനിവിടെ മാർക്ക് ചെയ്ത ഈ പോർഷനെ മൈനസ് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഈ പോർഷൻ കിട്ടും. അപ്പോൾ ഞാനിതിനെ എങ്ങനെ എഴുതുന്നു? ദിസ് ഇസ് ഈക്വൽ ടു 0.5 മൈനസ്, ഇനി എനിക്ക് ഈ ഏരിയ ആണ് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ട് മൈനസ് 0.5 to 0 എന്ന് പറയുന്ന ഏരിയ കാണാൻ ഞാൻ ടേബിളിൽ ഏത് വാല്യൂ നോക്കിയാൽ മതി? ടേബിളിൽ ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് ഉണ്ടാവില്ല. ഇപ്പോൾ മൈനസ് 0.5 to 0 കാണണമെങ്കിൽ ടേബിളിൽ ഞാൻ പ്ലസ് 0.5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഈ സൈഡിലുള്ള ഏരിയയും ഇപ്പുറത്തെ സൈഡിലുള്ള ഏരിയയും എപ്പോഴും സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസിൽ നമ്മൾ സെഡ് ഇസ് ഈക്വൽ ടു 0.5 നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ
ടേബിളിൽ സെഡ് ഇസ് ഈക്വൽ ടു 0.5ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയുന്നത് 0.1915 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് അതിവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടേബിളിൽ നിന്ന് കിട്ടിയത് 0.1915 ആ വാല്യൂ ആണ്. പ്ലസ് നമുക്ക് അടുത്ത പ്രോബബിലിറ്റി നോക്കാം. ഇവിടെ പ്രോബബിലിറ്റി ദാറ്റ് സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ 0.5 ആണ്. അതായത് നമുക്ക് ഈ ഏരിയ ആണ് ആവശ്യം. ടേബിൾ നോക്കിയാൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ, 0 മുതൽ 0.5 ഉള്ള വരെയുള്ള വാല്യൂവേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഹാഫ് ദ ഏരിയ ഇവിടെ നമുക്കറിയാം 0.5 ആണ്. ആ 0.5 നിന്ന് ഞാൻ ആരെ മൈനസ് ചെയ്യുന്നു, നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടിയ വാല്യൂ 0.5ൽ നേരത്തെ നോക്കിയപ്പോൾ കിട്ടിയ അതേ വാല്യൂ തന്നെയാണ്. നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടിയ വാല്യൂ ആണ് 0.1915. അതിനെ ഇവിടെയും നമ്മൾ മൈനസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് റിക്വയർഡ് പ്രോബബിലിറ്റി കിട്ടും. ആൻഡ് ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.6170 എന്നാണ്. ഇതാണ് നമ്മളുടെ റിക്വയർഡ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. If we can arrange the items of a population in a definite order, say alphabetical, chronological, geographical, etc., then this method, that is systematic sampling method, can be used. Once the items of the population are arranged in some order, assign them numbers 1, 2, 3, etc. Divide them into a number of groups which is equal to the required sample size. From the first group, choose an item at random using lottery method. If we select the fourth item, choose the fourth item of every group systematically. This will constitute a systematic sample. അതായത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളെ കയ്യിലുള്ള ഐറ്റത്തിനെ നമ്മൾ ഏതെങ്കിലും ഒരു ഓർഡറിൽ, ആൽഫബറ്റിക്കലോ ക്രോണോളജിക്കലോ ടൈം ആൻഡ് ഓർഡറിലോ ജോഗ്രഫിക്കലായിട്ടോ ഒക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് ഈ അറേഞ്ച് ചെയ്ത ആളുകളെ നമ്മൾ 1, 2, 3 എന്ന് പറയുന്ന നമ്പേഴ്സ് കൊടുക്കും. ഇപ്പോൾ നമ്മളെ പോപ്പുലേഷനിൽ 1000 പേരാണെന്ന് വെച്ചാൽ നമ്മൾ 1, 2, 3 അപ് ടു 1000 എന്ന് പറഞ്ഞ വാല്യൂസ് കൊടുക്കുന്നു. എന്നിട്ട് ഈ വാല്യൂസിനെ നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ സാമ്പിൾ സൈസ് വേണ്ടത് അത്ര ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഈ പോപ്പുലേഷൻ്റെ നമ്പേഴ്സിനെ നമ്മൾ തരംതിരിക്കുകയാണ്. എന്നിട്ട് ഓരോ ഗ്രൂപ്പ്, നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോട്ടറി മെത്തേഡിൽ, അതായത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിൽ, ലോട്ടറി മെത്തേഡിൽ നമ്മളൊരു നമ്പറിനെ, ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഒരു നമ്പറിനെ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാനിപ്പം ആദ്യം സെലക്ട് ചെയ്തത് ഒന്നാണ്, പിന്നെ 4ാമത്തെ ഐറ്റം ആണെങ്കിൽ എല്ലാ ഗ്രൂപ്പിൽ നിന്നുള്ള 4ാമത്തെ ഐറ്റമാണ് നമ്മളെ സാമ്പിളിലേക്ക് വരിക. അതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. For example, if we want to select a systematic sample of 100 students from a group of 1000, first arrange the students alphabetically. Now assign them serial numbers 1, 2, 3 up to 1000. Divide them into 100 groups. അതായത് നമ്മൾ സാമ്പിൾ സൈസ് വേണ്ടത് എത്രയാണ്, 100 ആണ് സാമ്പിൾ വേണമെങ്കിൽ 100 ഗ്രൂപ്പുകളായിട്ട് തിരിക്കണം. 100 groups of size 10. From the first group, choose a student at random. If we choose the 7th student from the first group, choose the 7th student of every group. That means we will choose 7th, 17th, 27th, etc. 97th students respectively into the sample. The question, in shop apples are available in a bundle of 5 apples. A random sample of 64 bundles give an average weight of 970 grams with a standard deviation of 80 grams. Test the hypothesis that the average weight of bundles is 1000 grams or not at 0.05 level of significance. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു റാൻഡം സാമ്പിൾ തന്നിട്ടുണ്ട്, 67 ബണ്ടിൽസ് ആണ്. അപ്പം സാമ്പിൾ സൈസ് n is equal to 64. അതിൻ്റെ ആ സാമ്പിളിൻ്റെ ആവറേജ് വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സാമ്പിളിൻ്റെ മീൻ, അതായത് എക്സ് ബാർ തന്നിട്ടുണ്ട്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു 970 grams എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് സാമ്പിളിന് തൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എസ് എന്ന് പറയാം. എസ് ഇസ് ഈക്വൽ ടു 80.
അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സാമ്പിൾ സൈസ് n is equal to 64 ആണ്, എക്സ് ബാർ is equal to 970 ആണ്, s is equal to 8. ഇവിടെ സാമ്പിളിൽ വരുന്നത് ബണ്ടിൽസ് ആണ്. അപ്പോൾ 64 ബണ്ടിൽസ് ആണ് സാമ്പിളിലുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആവറേജ് വെയ്റ്റ് ഓഫ് ദ ബണ്ടിൽസ്, അതായത് പോപ്പുലേഷൻ്റെ ആവറേജ് വെയ്റ്റ് 1000 ഗ്രാംസ് ആണോ അല്ലയോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എഴുതും. ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് എച്ച് നോട്ട്. അതാണ് നൾ ഹൈപ്പോത്തസിസ്. എന്താണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? മ്യൂ ഇസ് ഈക്വൽ ടു 1000 ഗ്രാംസ് ആണോ എന്നാണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. മ്യൂ ഇസ് ഈക്വൽ ടു 1000 എഗെയിൻസ്റ്റ് ദ ഓൾട്ടർനേറ്റീവ് ഇസ് H1. H1 പറയുന്നത് മ്യൂ 1000 അല്ല എന്ന്, മ്യൂ നോട്ട് ഈക്വൽ ടു 1000. ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഇനി നമ്മൾ ആൽഫ ഫിക്സ് ചെയ്യണം. ആൽഫ നമുക്ക് തന്നിട്ടുണ്ട് 0.05. ആൽഫ ഇസ് ഈക്വൽ ടു 0.05. ഇതിന് ശേഷം നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് തീരുമാനിക്കേണ്ടത്. അപ്പം ഇവിടെ വരുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇസ് നമ്മൾ നോക്കി. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇവിടെ സാമ്പിൾ തന്നിട്ടുണ്ട് 64 ആണ്, ലാർജ് സാമ്പിളാണ്. 30 എബോവ് ഒക്കെ നമ്മൾ ലാർജ് സാമ്പിൾസ് ആണ് എടുക്കേണ്ടത്. അപ്പം ഇവിടെ പോപ്പുലേഷൻ്റെ മീനാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പോപ്പുലേഷൻ്റെ മീൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാർജ് സാമ്പിളുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് സെഡ് ആണ്, സ്റ്റാൻഡേർഡ് നോർമലാണ്. ദറ്റ് ഈസ് എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ മ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ മ്യൂ നോട്ട് എന്ന് പറയുന്നത് നമ്മൾ നൾ ഹൈപ്പോത്തസിസിൽ തന്നിരിക്കുന്ന മ്യൂവിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മളിവിടെ എസ് എന്ന് എഴുതും, എസ് ബൈ റൂട്ട്. ഇതാണ് നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നത്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ തീരുമാനിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയുടെ ബേസിസിലാണ്. നമ്മൾ സാമ്പിളിൻ്റെ സൈസ് നോക്കണം, പോപ്പുലേഷൻ്റെ മീൻ തന്നിട്ടുണ്ടോ എന്ന്, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഴുതുന്നു. നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് സ്റ്റാൻഡേർഡ് നോർമൽ N01 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് ബാർ നമുക്കറിയാം, എക്സ് ബാർ ഇസ് 970, x bar is 970 minus mu naught is 1000 divided by s is 80 divided by root of 64, which is equal to നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് -30 divided by 80 by root 64 എന്ന് പറഞ്ഞാൽ 80 by 8 10 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -3. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ. ഇനി നമ്മൾ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യണോ, നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ ക്രിട്ടിക്കൽ റീജിയനിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എഴുതുന്നു. ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഈസ്, ഈ കേസിൽ മോഡുലസ് ഓഫ് സെഡ് എടുക്കണം. കാരണം നമ്മൾ നൾ ഹൈപ്പോത്തസിസ് അല്ല ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നോക്കിയപ്പോൾ നോട്ട് ഈക്വൽ ടു എന്നാണ് വരുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ വാല്യൂ പറഞ്ഞു തരുന്നത് നമ്മൾ ആൽഫയാണ്. ആൽഫ 0.05 വരുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് 1.96. ഇതാണ് നമ്മൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ തീരുമാനിക്കുന്നത് 2 ആളുകളാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ്. അതൊരു 2 tailed ആണ്. ഈ നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്നതൊക്കെ 2 tailed ആണ്. അപ്പോൾ നമ്മൾ മോഡുലസ് വരുന്ന ക്രിട്ടിക്കൽ റീജിയൻ എഴുതണം. മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇനി അടുത്ത് എഴുതേണ്ട വാല്യൂ പറഞ്ഞു തരുന്നത് ആൽഫ നോക്കിയിട്ടാണ്. ആൽഫ 0.05 ആവുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഉപയോഗിക്കേണ്ട വാല്യൂ ആണ് 1.96. അപ്പോൾ അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന സെഡ്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത സെഡിൻ്റെ മോഡുലസ്. അപ്പോൾ മോഡുലസ് ഓഫ് സെഡ് കാൽക്കുലേറ്റ് ചെയ്തത് മോഡുലസ് ഓഫ് -3 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 3. 3 ഈസ് ഗ്രേറ്റർ ദാൻ 1.96 അല്ലേ. അതായത് 1.96നെക്കാട്ടും വലിയ വാല്യൂ ആണ് മോഡുലസ് ഓഫ് സെഡിന് വന്നതെങ്കിൽ അതാണ് നമ്മളെ ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ നമുക്ക് കിട്ടിയ 3 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1.96. അതായത് ഇത് ക്രിട്ടിക്കൽ റീജിയൻ അല്ലെങ്കിൽ റിജക്ഷൻ റീജിയനിൽ പെട്ട വാല്യൂ ആണ്. അപ്പം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം. അപ്പം നമ്മളിതിൻ്റെ ബേസിസിൽ വി വിൽ റിജക്റ്റ് H0. അതായത് H0ൻ്റെ വാല്യൂ 1000 അല്ല എന്നുള്ള കൺക്ലൂഷനിലാണ് നമ്മളിവിടെ എത്താൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ റാൻഡം സാമ്പിൾ ഓഫ് 500 items produced by a machine show 36 defectives.
test the claim that the machine is producing only 5% of defectives at 5% level of significance. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 500 items ഉണ്ട്. അതായത് നമുക്ക് സാമ്പിൾ സൈസ് തന്നിട്ടുണ്ട് n is equal to 500. 500 items നോക്കിയതിൽ 36 എണ്ണം ഡിഫക്റ്റീവ്സ് ആണ്. അപ്പോൾ ഡിഫക്റ്റീവ്സിൻ്റെ എണ്ണം ഞാൻ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, 36 എന്നാണ് അല്ലേ. അപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് 5% ഡിഫക്റ്റീവ്സ് ആണോ എന്ന കാര്യമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ഇതൊരു പോപ്പുലേഷൻ്റെ പ്രപ്പോർഷനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് ഓഫ് പോപ്പുലേഷൻ പ്രപ്പോർഷനാണ്. അപ്പോൾ പോപ്പുലേഷൻ്റെ പ്രപ്പോർഷൻ പി ഇസ് ഈക്വൽ ടു 0.05 അല്ലെങ്കിൽ 5% ആണോ എന്നാണ് നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സാമ്പിളിൻ്റെ പ്രപ്പോർഷൻ നോക്കാം. അപ്പോൾ ഇത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ സാമ്പിൾ പ്രപ്പോർഷൻ അതിനെ നമ്മൾ പി ഡാഷ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സാമ്പിൾ പ്രപ്പോർഷൻ ഇസ് പി ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എൻ. അതായത് 500 എണ്ണം നോക്കിയതിൽ 36 എണ്ണം ഡിഫക്റ്റീവ്സ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പി ഡാഷ് ഹിയർ ഇസ് ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 500 ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു 0.72. പി ഡാഷിൻ്റെ വാല്യൂ 0.072. ഇതാണ് നമുക്ക് പി ഡാഷിൻ്റെ വാല്യൂ കിട്ടുന്നത്, സാമ്പിൾ പ്രപ്പോർഷൻ. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് H0. പി ഇസ് ഈക്വൽ ടു P0 എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ പ്രപ്പോർഷനാണ്. അതിവിടെ 5/100. P0 എന്ന് പറഞ്ഞാൽ 5/100 ആണ്. ദാറ്റ് ഇസ് 0.05 ആണ് നമ്മളെ പോപ്പുലേഷൻ പ്രപ്പോർഷൻ. അപ്പോൾ 0.05 ദാറ്റ് ഇസ് അവർ P0. എഗെയിൻസ്റ്റ് നമുക്കിവിടെ H1 നോക്കാം. H1 നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് സേഫായിട്ട് P0 ഈക്വൽ ടു 0.05 നമുക്ക് എടുക്കാം. H1 P0 ഈക്വൽ ടു 0.05 എന്ന് നമ്മൾ H1 എടുക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യേണ്ട ആൽഫ ഫിക്സ് ചെയ്യണം ആദ്യം. ആൽഫ ഇസ് ഈക്വൽ ടു 5%. 5% എന്ന് പറഞ്ഞാൽ ആൽഫ 0.05 തന്നെയാണ്. ഇനി നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഴുതാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പോപ്പുലേഷൻ പ്രപ്പോർഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കും സെഡ് സ്റ്റാറ്റിസ്റ്റിക്കാണ്. വിച്ച് ഇസ് ഈക്വൽ ടു പി ഡാഷ് മൈനസ് P0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് P0 Q0 ഡിവൈഡഡ് ബൈ N ആണ്. അപ്പം നമുക്കൊരു Q0 കൂടി ഇവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ P0 0.05 ആണെങ്കിൽ Q0 എന്ന് പറഞ്ഞാൽ 1 മൈനസ് P0, ദറ്റ് ഈസ് 1 മൈനസ് 0.05 ആണ്, വിച്ച് ഇസ് 0.95. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് ഈക്വൽ ടു P ഡാഷ് ഇസ് 0.072 മൈനസ് P0 is 0.05 divided by root of P0 Q0, that is 0.05 into 0.95 divided by N. N is the sample size, which is 500. ഇതാണ് നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വരുന്നത്. ഇതിൻ്റെ വാല്യൂ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വാല്യൂ 2.26 എന്നാണ്. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ. ഇനി നമുക്ക് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എഴുതാം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 2-tailed ആയിട്ടുള്ള നമ്മളൊരു ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നേരത്തെ പോലെ ആൽഫ 0.05 വന്നതുകൊണ്ട് നമ്മൾ 1.96 തന്നെയാണ് നമ്മളെ ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ ദാറ്റ് ഈസ് ഇവിടെ നമ്മളെ മോഡുലസ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 2.26 പോസിറ്റീവ് വാല്യൂ തന്നെയാണല്ലോ. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1.96. അപ്പോൾ ക്രിട്ടിക്കൽ റീജിയനിൽ വരുന്നുണ്ട്. Therefore we will reject H0. അപ്പോൾ ഇവരുടെ ക്ലെയിം ശരിയല്ല എന്നാണ് ഇവരുടെ ക്ലെയിം പറഞ്ഞിരിക്കുന്നത് 5% ആണ് ഡിഫക്റ്റീവ് എന്ന്. പക്ഷേ 5% അല്ല ഡിഫക്റ്റീവ് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ the test for equality of variances of two normal population. അപ്പോൾ രണ്ട് നോർമൽ പോപ്പുലേഷനുകളുടെ വേരിയൻസുകൾ തുല്യമാണോ എന്നാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് H0. σ1² is equal to σ2² against H1 σ1² greater than σ2². നമ്മളെപ്പോഴും ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഒരു 1-tailed ടെസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്.
അപ്പോൾ എന്താണ് H1 എടുക്കുന്നത്? σ1 സ്ക്വയർ ഗ്രേറ്റർ ദാൻ σ2 സ്ക്വയർ. നൾ ഹൈപ്പോത്തസിസ് ഈക്വൽ ആണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ σ1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോപ്പുലേഷൻ്റെ വേരിയൻസ് ആണ്. അടുത്തത് ഇത് രണ്ടാമത്തെ പോപ്പുലേഷൻ്റെ വേരിയൻസ് ആണ്. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ആൾഫ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൾഫ ഫിക്സ് ചെയ്യുന്നു. ദെൻ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നു. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് F is equal to n1 s1 square divided by n1 minus 1 divided by n2 s2 square divided by n2 minus 1. This follows an F distribution with n1 minus 1 comma n2 minus 1 degrees of freedom. ഇവിടെ n1 എന്ന് പറയുന്നത് ഫസ്റ്റ് സാമ്പിളിൻ്റെ സൈസാണ്. s1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സാമ്പിളിൻ്റെ വേരിയൻസ്. n2 is the size of the second sample and s2 square is the variance of the second sample. Best critical region is given by F greater than F alpha, where F alpha is obtained by referring the F tables for significance level alpha and degrees of freedom n1 minus 1 comma n2 minus 1. Calculate the value of the test statistic, and if it lies in the critical region, reject H0, otherwise accept it. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് സാമ്പിൾ സെക്കൻഡ് സാമ്പിൾ എന്ന് പറഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം രണ്ട് സാമ്പിളുകളും ഒരു ഡാറ്റയും തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ n സ്ക്വയർ ബൈ n മൈനസ് 1 രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് ഏത് n സ്ക്വയർ ബൈ n മൈനസ് 1 ആണോ ഗ്രേറ്റർ ആയിട്ട് വരുന്നത് അതിനെ വേണം നമ്മൾ ന്യൂമറേറ്ററിൽ കൊടുക്കാൻ. ആൻഡ് ചെറിയ വാല്യൂ വരുന്ന ആൾ എപ്പോഴും ഡിനോമിനേറ്ററിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഈ കാൽക്കുലേഷൻ നടത്തിയ ശേഷമാണ് ഏതാണ് ഫസ്റ്റ് സാമ്പിൾ ഏതാണ് സെക്കൻഡ് സാമ്പിൾ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്.